അറിയില്ല, നേരിട്ട് അറിയില്ല. എന്നാലും ഗുരുദേവന്റെ കൃതി ഓരോ പ്രാവശ്യവും വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. അത് ഭാഷ കൊണ്ടുള്ള അനുഭവമായിരിക്കാം, ചിന്ത കൊണ്ടുള്ള അനുഭവമായിരിക്കാം, അങ്ങനെ പലതരത്തിലാണ്. അത് ഭക്തി കൊണ്ടുള്ള അനുഭവമായിരിക്കാം, അങ്ങനെ പലതരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഗുരുദേവന്റെ കൃതികളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കുക, അതിൽ പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷം, വലിയ ഒരു തൃപ്തി തരുന്ന കാര്യമാണ്. അത് മാത്രല്ല, എന്നെ വിളിച്ചത് ഡോക്ടർ മിനിയാണ്. മിനി എൻ്റെ അച്ഛൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യയാണ്. അത് മാത്രല്ല, ഒരു സ്ഥിരോത്സാഹത്തിനും ആ പ്രയത്നശീലത്തിനും ഒക്കെ ഒരു മാതൃകയായിട്ടൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ മിനി. അപ്പൊ അതുകൊണ്ടുകൂടി വലിയ സന്തോഷമുണ്ട് മിനി വിളിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഒപ്പം മറ്റ് ശ്രോതാക്കളോടൊക്കെ സംവദിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉപയോഗിക്കാൻ പറ്റുന്നതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. ഞാൻ അധിക സമയം കളയുന്നില്ല. ഇപ്പോൾ 8:45 കഴിഞ്ഞു. അധിക സമയം കളയുന്നില്ല. ഇന്ന് നമുക്ക് സംവദിക്കാനുള്ള ഒരു വിഷയം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ജനനി നവരത്ന മഞ്ജരി എന്നുള്ള കൃതിയാണ്. 9 പദ്യങ്ങളാണ് ആ കൃതിയിലുള്ളത്. അതൊരു ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശാരദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ശാരദാ ദേവിക്കുള്ള ഒരു സ്തുതിയായിട്ട് ഗുരുദേവൻ രചിച്ച സ്തോത്രമാണ്. 9 പദ്യങ്ങളുള്ള ഒരു സ്തോത്രമാണ് ജനനി നവരത്ന മഞ്ജരി. ഇത് എഴുതപ്പെടുന്ന ഒരു സാഹചര്യം, ഇതിന്റെ ആമുഖം ഞാൻ അത്ര നീട്ടില്ല. എന്നാലും ഓരോ കൃതിയും പഠിക്കുമ്പോൾ അത് രചിക്കപ്പെട്ട ഒരു സാഹചര്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നത് കൊണ്ട്, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്, ജോലിപരമായി ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടും ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ഇത് തുടങ്ങുകയാണ്. ഇത് ശിവഗിരി മഠം നാരായണ ഗുരു സ്ഥാപിക്കുന്നത് 1904 അതിനെ തുടർന്ന് അവിടെ ഒരു ശാരദാദേവിയുടെ പ്രതിഷ്ഠ, ശാരദാ മഠം എന്നാണ് നാരായണ ഗുരു അതിനെ പേര് വിളിച്ചത്. അപ്പോ അതിന് 1909 അതിന്റെ ഒരു തറക്കല്ല് അവിടെ ഇട്ടു. അതേ വർഷമാണ് ശാരദാദേവി എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ആയി ബന്ധപ്പെട്ടുള്ള ഈ ജനനി നവരത്ന മഞ്ജരി എന്നുള്ള കൃതി നാരായണ ഗുരു എഴുതുന്നത്. 1912 ടീച്ചർമാരുടെ ഒരു രീതിയാണ് ഇങ്ങനെയൊക്കെ പറയല്. 1912 ഈ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോ 1912 അപ്പോ ഈ പ്രതിഷ്ഠയുടെയും ഈ ജനനി നവരത്ന മഞ്ജരി എന്നുള്ള സ്തോത്രത്തിന്റെയും ഒക്കെ 100-ാം വർഷം ഒക്കെ ശിവഗിരിയിലെ കാര്യമായി ആഘോഷിക്കുകയുണ്ടായി. ശാരദാ നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആ ശാരദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് കുമാരനാശാൻ സ്തോത്രം രചിച്ചിട്ടുണ്ട്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ സ്തോത്രം രചിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കൃതിയിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. ഗുരുദേവന്റെ പ്രതിഷ്ഠകളുടെ ഒരു പ്രത്യേകതകള് എല്ലാവർക്കും അറിയുന്നതാണ്. കണ്ണാടി പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ പലതരം പ്രതിഷ്ഠകളുണ്ട്. ഓം എന്നെഴുതി പ്രതിഷ്ഠയ്ക്കും അങ്ങനെ പലതരം പ്രതിഷ്ഠകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു പ്രതിഷ്ഠയാവാം, അല്ലെങ്കിൽ ഉള്ള ഒരു പ്രതിഷ്ഠയെ ഒന്ന് നവീകരിക്കലാവാം, അവിടുത്തെ ആചാരങ്ങളും ഒക്കെ ഒന്ന് നവീകരിക്കലാവാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാരായണ ഗുരു ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു കൃതി എഴുതും, സ്തോത്ര കൃതി എഴുതും. അതായത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാല് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠയല്ല ഗുരുദേവൻ ശരിയാ. ഗുരുദേവന് ഒരു സങ്കല്പമുണ്ട്. ആ പ്രതിഷ്ഠയെ പറ്റി ഒരു സങ്കല്പം, ഒരു സന്ദേശം ആ പ്രതിഷ്ഠയിലൂടെ സമൂഹത്തിന് നൽകാനുണ്ട്. അപ്പൊ ആ ഒരു സങ്കല്പത്തിന്റെ ഒരു മൂർത്ത രൂപം എന്നുള്ള നിലയ്ക്കാണ് പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. അപ്പൊ ഓരോ പ്രതിഷ്ഠയുമായും പല പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട് ഒരു സ്തോത്ര കൃതി ഉണ്ടാവും.
അപ്പൊ അങ്ങനെ ഒരു ഒരു സങ്കല്പം, ഒരു പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയെ ആ സങ്കല്പത്തിന്റെ ഭാഷയിലൂടെയുള്ള ആവിഷ്കാരം, അങ്ങനെ 3 കാര്യങ്ങൾ ഓരോ പ്രതിഷ്ഠയുമായിട്ടും പല പ്രതിഷ്ഠകളുമായിട്ടും നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്നതാണ്. ഒരു ഉദാഹരണം മണ്ണന്തല ദേവി ക്ഷേത്രം. അത് ഒരു പുനഃപ്രതിഷ്ഠ നടത്തിയ, നവീകരണം നടത്തിയതാണ്. അപ്പൊ മണ്ണന്തല ദേവി സ്തോത്രം ഉണ്ട്. അതുപോലെ തിരുവനന്തപുരത്തിന്റെ അടുത്ത്, അതുപോലെ കുളത്തൂർ കോലത്തുകര എന്നുള്ള സ്ഥലത്ത് ഒരു പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോ കോലാതിരേശ സ്തവം എഴുതിയിട്ടുണ്ട്. അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠയെ പറ്റി അറിയാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുള്ള 4 വരി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അരുമാനൂര്, തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള അരുമാനൂര് നൈനാർ ക്ഷേത്രമുണ്ട്. ആ നൈനാർ ക്ഷേത്രത്തിലും ഒരു 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 പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ എന്താ പറയാ ഒരു നവീകരണം ഒക്കെ നടത്തിയപ്പോ, ജീർണാവസ്ഥയിലായിരുന്ന ആ ക്ഷേത്രത്തിനെ വീണ്ടും ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ഒരു നവീകരണം നടത്തിയപ്പോ അവിടെയും ആ ഒരു തമിഴ് ഒരു തേവാരം സ്തോത്രത്തിന്റെ മാതൃകയില് അദ്ദേഹം തേവാര പതികം, അവിടുത്തെ നൈനാർ ആണ് ദേവൻ, ആ നൈനാർ ദേവനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രം തമിഴിൽ എഴുതുണ്ടായിട്ടുണ്ട്. തമിഴ് സ്തോത്രത്തിന് നൈനാർ ആ പതികത്തിന് മലയാള വിവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പ്രതിഷ്ഠയും ഓരോ ദേവനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്തോത്രം നാരായണ ഗുരു രചിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സങ്കല്പം, ആ ഒരു ആശയം നമുക്ക് അത് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠ എന്നുള്ള രീതിയിൽ അല്ല. അപ്പൊ അതുപോലെ ശാരദാ പ്രതിഷ്ഠയുടെ കാര്യത്തിലായാലും ആ ഒരു പ്രതിഷ്ഠ, ആ മൂർത്തി ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതിന് നാരായണ ഗുരുവിന് കൃത്യമായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. 4 കൈകള്, അതില് ഒരു കയ്യില് പുസ്തകം, ഒരു കയ്യില് തത്ത, ഒരു കയ്യില് കലശം, ഒരു കയ്യില് ചിന്മുദ്ര. അപ്പൊ അങ്ങനെ ശില്പി ഈ മൂർത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് അതൊക്കെ വീണ്ടും അതില് തിരുത്തലുകളൊക്കെ വരുത്തി അങ്ങനെ പല പ്രാവശ്യം വീണ്ടും അതിന് റിവൈസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു നാരായണ ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള ശാരദയുടെ ആ മൂർത്തി വിഗ്രഹം അവിടെ ശരിയായത്, കൃത്യമായിട്ട് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു നിഷ്കർഷ ശാരദാ പ്രതിഷ്ഠയുടെ കാര്യത്തില് നാരായണ ഗുരു ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ശാരദാ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ശാരദാ പ്രതിഷ്ഠയുടെ സന്ദർഭത്തില് നാരായണ ഗുരു രചിച്ച സ്തോത്രമാണ് ജനനി നവരത്ന മഞ്ജരി എന്നുള്ള ആ ഒരു കാര്യം എഴുതാണ്. ഇതൊന്നും ഒരു ലാഘവത്തോടു കൂടിയല്ല മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകാനുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് മത്തേഭം എന്നുള്ള ഒരു പ്രത്യേക നാരായണ ഗുരുവിന്റെ കൃതികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ അപൂർവങ്ങളായിട്ടുള്ള വൃത്തം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, കൃത്യമായ ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും ഉപമകളും ഒക്കെ ഉണ്ടാവും നാരായണ ഗുരുവിന്റെ കൃതികളിൽ. അതൊന്നും ഞാൻ ഇപ്പൊ അങ്ങനെ വിസ്തരിക്കുന്നില്ല. ജനനി നവരത്ന മഞ്ജരി എന്ന് പറഞ്ഞാല് ജനനി ശാരദാദേവിയാണ്. ജനനിയെ സ്തുതിച്ചുകൊണ്ട് എഴുതുന്ന അല്ലെങ്കിൽ ജനനിക്കായി സമർപ്പിക്കുന്ന 9 രത്നങ്ങൾ അടങ്ങിയ ഒരു പൂങ്കുല എന്നുള്ളതാണ് ജനനി നവരത്ന മഞ്ജരി. 9 രത്നങ്ങൾ എന്ന് പറയുമ്പോൾ 9 പദ്യങ്ങളാണ്. ഓരോ പദ്യവും ഓരോ രത്നമാണ്. അത് അടങ്ങിയ ഒരു പൂങ്കുല സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ജനനി നവരത്ന മഞ്ജരി എന്നുള്ള ഒറ്റ വാക്കാണത് അതിന്റെ അർത്ഥം. ഇത് ഓരോന്നും ജനനിക്കായി സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മള് പല സ്തോത്രങ്ങൾ പലതരത്തിലുണ്ട്. ചില സ്തോത്രങ്ങളാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ഒരു 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 ദേവനെ സ്തുതിക്കുന്ന രീതിയിലാണ് ചില സ്തോത്രങ്ങൾ ഉണ്ടാവുക. ചില സ്തോത്രങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ ഭക്തി പാരവശ്യം നമുക്ക് തരുന്ന ചില സ്തോത്രങ്ങളുണ്ട്. ഈ മറ്റു ചില സ്തോത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭക്തിയും എല്ലാം ഉണ്ട് അതില്, ഭക്തിയുണ്ട്, ബാക്കി പ്രാർത്ഥനയുടെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും ആന്തരമായിരിക്കുന്ന ചില ചോദനകളെ ഉണർത്തുന്ന, അതിന് ബലം നൽകുന്ന, അതിന് ഊർജം നൽകുന്ന ചില ചിന്തകൾ അടങ്ങിയിട്ടുള്ള
പല സ്തോത്രങ്ങളും ഉണ്ട്. ഇപ്പൊ നാരായണ ഗുരുവിന്റെ പല സ്തോത്രങ്ങളും ആ രീതിയിലുള്ള വളരെ സൂക്ഷ്മമായിരിക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് വ്യാപിക്കുന്ന അങ്ങനെ ഉള്ള ഒരു സാധ്യതകളുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സ്തോത്രങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ജനനീ നവരത്ന മഞ്ജരി എന്നുള്ള സ്തോത്രം അങ്ങനെയുള്ളതാണ്. ഞാൻ അപ്പോ ഈ 9 പദ്യാണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് വളരെ ചൊല്ലാനൊക്കെ വളരെ ചില അതായത് അനുപ്രാസം എന്ന് പറയുന്നത്, അതായത് ചില അക്ഷരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരും പല കോമ്പിനേഷനിൽ. അത് ചൊല്ലാൻ വളരെ രസമാണ്. അർത്ഥങ്ങളൊക്കെ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉള്ളതാണ്. അപ്പോ ഓരോ ശ്ലോകവും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് കുറെ സംസാരിക്കാനുണ്ടാവും. അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ കുറെ സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അതില് പല വേദാന്ത സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്, പല സിദ്ധാന്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന് ഭാഷാപരമായ പല കാര്യങ്ങളും നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട്, സാഹിത്യ ഭംഗിയൊക്കെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 9 പദ്യങ്ങളുടെയും ഏറ്റവും പ്രാഥമികമായ അർത്ഥം, നമുക്ക് അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണമല്ലോ വായിക്കാൻ. അപ്പൊ ഓരോ വാക്കിന്റെയും കൃത്യമായിരിക്കുന്ന ഏറ്റവും ബേസിക്കായ ഏറ്റവും പ്രാഥമികമായ ഒരു അർത്ഥം എന്താണ്, അങ്ങനെ ഓരോ പദ്യവും വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം. അപ്പൊ അങ്ങനെ എന്നിട്ട് അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴായിരിക്കും ആരാണോ വായിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങള് നമുക്ക് തെളിഞ്ഞു കിട്ടുള്ളൂ. കാരണം നമ്മുടെ അറിവ്, ഡോക്ടർ എനിക്കൊക്കെ അറിയാം, നമ്മുടെ അറിവ് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടാവണം. അങ്ങനെ ഉറച്ച അടിസ്ഥാനത്തിലാണ് ഉയർന്ന ചിന്തകളൊക്കെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങനെ ചിന്തിക്കണം അങ്ങനെയല്ല പറയുന്നത്. അപ്പൊ ഓരോ പദ്യത്തിനും ഏറ്റവും ഓരോ വാക്കിന് അർത്ഥമുണ്ട്, ഏറ്റവും പ്രാഥമികമായ ഒരു അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പദ്യവും വായിച്ചിട്ട് അതിന്റെ ഒരു പ്രാഥമികമായ അർത്ഥം, അപ്പൊ അത് ചിലർക്ക് അതിൽ നിന്ന് ഭക്തിയായിരിക്കും കിട്ടുക, ചിലർക്ക് വേദാന്തമായിരിക്കും കിട്ടുക, ചിലർക്ക് ഒരു ആത്മീയതയായിരിക്കും കിട്ടുക. അപ്പൊ അതൊക്കെ വായിക്കുന്ന ആളുടെ ഒരു 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 രുചിക്കും വാസനയ്ക്കും അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഏത് തലത്തിലേക്ക് നമുക്ക് നമ്മുടെ വായനയെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി എന്താണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും പ്രാഥമികമായ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതാണ് ഞാൻ, കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. ഈ 9 പദ്യം വായിച്ച് അർത്ഥം പറയാനുള്ള സമയമാണ് എന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ 1-ാമത്തെ ശ്ലോകം വായിക്കുകയാണ്. അപ്പൊ ശ്ലോകം ചൊല്ലുമ്പോ നമുക്ക് ചൊല്ലുന്നതിന് രീതിയുണ്ട്, ട്യൂണൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് അർത്ഥം അറിയാന്നുള്ളതിനാണല്ലോ ഈ സന്ദർഭത്തിൽ ഇന്ന് പ്രാധാന്യം. അപ്പൊ ഈ ഒരു സെഷനിന്റെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് അർത്ഥം വ്യക്തമാവണം. ആ രീതിയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഞാൻ ചൊല്ലുക എല്ലാവരുടെയും. അപ്പൊ ഇതൊക്കെ ജനനി നവരത്ന മഞ്ജരിയൊക്കെ അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ PDF ആയിട്ട് തന്നെ ഉണ്ട്, വാങ്ങാനും ഒക്കെ കിട്ടുന്നതാണ്. അത് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. G ബാലകൃഷ്ണൻ നായർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഡോക്ടർ T ഭാസ്കരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, സംസ്കൃത പണ്ഡിതനായ MH ശാസ്ത്രികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പിന്നെ പല സന്യാസിമാരും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അത്തരം വ്യാഖ്യാനങ്ങളിലൊക്കെ പോകുമ്പോഴും നമുക്ക് പ്രാഥമികമായ ഒരു വാക്ക് വായിച്ച് അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് കൊണ്ട് ആ പ്രാഥമികമായ ഒരു വായന എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഭാഷണത്തിന് കണക്കാക്കേണ്ടത് പറയുകയാണ്. അപ്പൊ 1-ാമത്തെ പദ്യം. അപ്പൊ ഓരോ പദ്യത്തിലും ഒരു സംബോധനയുണ്ട്. ഈ ശാരദാദേവിയെ ഇങ്ങനെ സംബോധന ചെയ്യും. പിന്നെ ഓരോ പദ്യത്തിലും കുറെ വെർബുണ്ട്, കുറെ ക്രിയാപദങ്ങളുണ്ട്. വലിയൊരു ചലനം പോലെയാണ് നാരായണ ഗുരുവിന്റെ ഓരോ പദ്യവും. കുറെ സംഭവങ്ങളുണ്ട് ഓരോ പദ്യത്തില്. അതിങ്ങനെ വളരെ ചലനാത്മകമാണ്, ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു പദ്യമല്ല. അപ്പൊ അത്തരം കുറെ പ്രത്യേകതകൾ ഓരോ പദ്യത്തിനുമുണ്ട്. അപ്പൊ 1-ാമത്തെ പദ്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ അതിന്റെ അർത്ഥം പറയാം.
ഇതിങ്ങനെയാണ്: ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്നാവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി എന്നുള്ളതാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്നാവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി എന്നുള്ളതാണ്. അപ്പൊ ജനനി സംബോധന ചെയ്യാണ്, അല്ലയോ അമ്മേ, ശാരദാദേവിയെ വിളിക്കുകയാണ്. എന്നിട്ട് അപ്പൊ ഇതില് അതിന്റെ ഭാഷയിലും അതിന്റെ ഘടനയിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നായ, നിന്നായിരം, വന്നാശു, അന്നാദിയിൽ, പ്രിയമുയർന്നാടലാം, ഒന്നായി വീണുവലയും, എന്നാശയം, അല്ലെ, അമർന്നാവിരാഭപടരും, ചിന്നാഭിയിൽ, അങ്ങനെ എന്നുള്ള അക്ഷരം ഇങ്ങനെ ആവർത്തിക്കാൻ അതിന്റെ ഒരു ഭംഗിയാണ്. അത് ഭംഗി എന്ന് പറയുന്നത് വെറുതെ ഒരു ശബ്ദഭംഗി, അതിന്റെ ഒരു ഘടനയിലുള്ള ഭംഗി തന്നെയല്ല, അതിന്റെ ആശയത്തിന്റെ ഭംഗിയെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതില് ഈ ആദ്യത്തെ പദ്യത്തില് ഗുരു ചെയ്യുന്നത് എന്നാണ് ത്രിപുടി എന്നാണ് അറുംപടി കലർന്നാറിടുന്നത്. ആറുക എന്ന് പറഞ്ഞാൽ ചൂടാറുക നമ്മൾ പറയില്ലേ, ഭയങ്കര ചൂട് ഉള്ളുമ്പോ നമ്മള് അത് ആറ്റും, അല്ല, ആറും, ദുഃഖമാറ്റുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ശാന്തമാവുക, ഉപശാന്തമാവുക. അപ്പൊ എന്റെ അന്ധക്കരണം, എന്റെ മനസ്സ് എന്നാണ് ആ ആത്യന്തികമായ ചൈതന്യത്തിൽ കലർന്നുകൊണ്ട്, ചൈതന്യവുമായി ചേർന്നുകൊണ്ട് എന്നാണ് ഉപശാന്തമാവുക എന്നുള്ള ഒരു ലോങ്ങിങ്, എന്നുള്ളൊരു ആഗ്രഹം, അതാണ് ഒന്നാമത്തെ പദ്യത്തിലുള്ളത്. അപ്പൊ എന്നാണ് അങ്ങനെയൊന്നും ഉണ്ടാവുക, അല്ലെ? അപ്പൊ അത് എത്രയും വേഗം ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അതിന് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഉപശാന്തമാകേണ്ടത്, എന്തിനാണ് അങ്ങനെ ആറേണ്ടത്, അല്ലെ? അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. എന്താണ്? ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്ന്, ഒന്നായ മാമതി, മാമതി എന്ന് പറഞ്ഞാല് മഹാമതി, മതി എന്ന് പറഞ്ഞാൽ അറിവ്, ബുദ്ധി എന്നാണല്ലോ അർത്ഥം. മഹാമതി, ആത്യന്തികമായിരിക്കുന്ന, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ഒരു ചൈതന്യം, ബുദ്ധി, കോൺഷ്യസ്നസ്, അല്ലെ? അത് ഒന്നാണ്. എല്ലാ ഭേദ എന്താ പറയാ, ഭേദചിന്തകളെയും ഭിന്ന വസ്തുക്കളെയും ഭേദം ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ തോന്നുന്ന തത്വങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ഒരു ഏകമായ അറിവാണ്. അപ്പൊ ഒന്നായ മാമതി, ഏകമായിരിക്കുന്ന മഹാമതി, ആത്യന്തികമായിരിക്കുന്ന ആ അറിവിന് എന്ത് സംഭവിക്കുന്നു? അറിവിൽ നിന്ന് ആയിരം ത്രിപുടി വന്ന്, ത്രിപുടി എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിയിലും ഉള്ള അറിവ്, അല്ലെ? ഓരോ വ്യക്തിയിലും ഞാൻ വിചാരിക്കും എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, അല്ലെ, ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഇന്ന കാര്യം എനിക്ക് ഇന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയത്, അല്ലെ, അത് എനിക്കിപ്പോ എല്ലാം അറിയാം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരിലുള്ള അറിവുണ്ട്. അപ്പൊ അറിയുന്ന ആള്, അറിയപ്പെടുന്ന വിഷയം, അതാണ് ത്രിപുടി. ത്രിപുടി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഉള്ള അറിവാണ്. അപ്പൊ ആ ഒന്നായിരിക്കുന്ന മഹാമതിയിൽ നിന്ന് അനന്തങ്ങളായിരിക്കുന്ന ത്രിപുടി, വ്യക്തിനിഷ്ഠമായിരിക്കുന്ന അറിവുകൾ ഉണ്ടാവുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആ ഒരു ഭേദം ബുദ്ധിയുള്ള അറിവ് ഉണ്ടാകുമ്പോ തന്മതി മറന്നു, ആ മഹാമതിയെ മറന്നുപോയി. അങ്ങനെ ഒരു മതി, ആ മഹാമതിയുടെ ഭാഗമാണ് ഓരോ വ്യക്തിയും എന്നുള്ളത് മറന്നുപോയി. തന്മതി മറന്ന്, അങ്ങനെ മറന്നിട്ട് എന്താ സംഭവിച്ചത്? അന്നാദിയിൽ പ്രിയമുയർന്ന്, അങ്ങനെ മഹാമതിയെ മറന്നപ്പോ അന്നാദിയിൽ, അന്നം മുതലായ വസ്തുക്കൾ, ലൗകിക സുഖഭോഗങ്ങൾ, അതിലോടൊക്കെ കൂടുതൽ ആസക്തി വന്നു. അന്നാദിയിൽ പ്രിയമുയർന്ന്, അങ്ങനെ പ്രിയമുയർന്നപ്പോ എന്ത് സംഭവിച്ചു?
ആടലാം കടലിൽ ഒന്നായി വീണു വലയും. ആടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിന്റെ കടലിൽ ഒന്നായി വീണു, എല്ലാരും കൂടെ വീണു വലഞ്ഞു അല്ലെ. അപ്പൊ ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. എന്നിട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീണ് വലഞ്ഞപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും. എന്നാശയം, എന്റെ ചിത്തവൃത്തി, എന്റെ അന്ധകരണം, എന്റെ മനസ്സ്, ഗതി, അതിനൊരു ഗതി, അതിനൊരു ലക്ഷ്യം, അതിനൊരു ആശ്രയം. ആ ആശ്രയത്തിന്റെ ഉറവിടമാണ് എന്ത്? നാദഭൂമി. അതൊരു വളരെ സാങ്കേതികമായ ഒരു പദമാണ് നാദഭൂമി. നാദം എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ ഒരു ടെറൈൻ, ഒരു സ്പേസ്, അതിനെ നാദമായിട്ട്, ഒരു മംഗള നാദമായിട്ട് അതിനെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. ആ നാദഭൂമിയിൽ എന്റെ അന്ധകരണം, ഗതി, എന്റെ അന്ധകരണത്തിന് അതാണ് ഗതി. അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ, ആ നാദഭൂമിയിൽ നിന്ന് ഉറവെടുത്ത് ആവിരാഭ പടരും, വളരെ പ്രകാശിച്ചു നിൽക്കുന്ന ആവിരാഭ. ആഭ എന്ന് പറഞ്ഞാൽ ശോഭ. ആവിരാഭ എന്ന് പറഞ്ഞാല് പ്രത്യക്ഷമായി നേരിട്ട് കാണുന്ന ശോഭ. ആ ശോഭ പടരും ചിന്നാഭിയിൽ, ആ കേന്ദ്രമായിരിക്കുന്ന ചൈതന്യത്തിൽ. ത്രിപുടി എന്നാണ് അറുമ്പടി, എന്റെ ഉള്ളിലെ ത്രിപുടി, അങ്ങനെയുള്ള ചൈതന്യത്തിൽ, കേന്ദ്രസ്ഥാനത്തുള്ള കേന്ദ്രമായിരിക്കുന്ന ചൈതന്യത്തിൽ അറുമ്പടി, അതിന് അമർന്ന്, അതിൽ ലയിച്ച്, അവിടെ കലർന്ന് ആറിടുന്നു. ആ കാലുഷ്യങ്ങളും ഭേദചിന്തയും ഒക്കെ അകന്ന് ആറിടുന്നു, ഉപശാന്തമാകുന്നു. അങ്ങനെ എന്നാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുക അല്ലയോ ജനനി എന്നാണ്. അപ്പൊ ഇതില് കുറെ സാങ്കേതിക പദങ്ങളുണ്ട്, കുറെ സിദ്ധാന്തങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രോസസ്സാണ്. അതായത് ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നു. മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു. വന്നപ്പോഴത്തേക്കും ആ മഹാമതിയെ മറന്നപ്പോഴത്തേക്കും അന്നാദിയിൽ പ്രിയമുയർന്നു. അപ്പോഴത്തേക്കും ആടലാം കടലിൽ ഒന്നായി വീട് വലഞ്ഞു. അങ്ങനെ വലഞ്ഞപ്പോ ആലോചിക്കുകയാണ്, എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ. ആ പ്രകാശമാനമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന കേന്ദ്രസ്ഥാനത്ത് ത്രിപുടി, എന്റെ ഉള്ളിലെ ആ ഒരു ഭേദബുദ്ധി എന്നാണ് അറുമ്പടി അവിടെ ലയിച്ച്, അവിടെ കലർന്ന് ഈ കാലുഷ്യത്തിൽ നിന്നൊക്കെ ശാന്തമാവുക എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിന്റെ, ഈ പദ്യത്തിന്റെ സാരം. ഇതിലിങ്ങനെ കുറെ ക്രിയാപദങ്ങൾ ഉണ്ടല്ലേ. എന്താണ്? വന്ന്, മറന്ന്, ഉയർന്ന്, വീണ് വലഞ്ഞ്, ഗതി പെറും, അല്ലെ, ആവിരാഭ പടരും, കലർന്നാറിടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ ഇതില് ചൊല്ലാനൊക്കെ വളരെ ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ പ്രാഥമികമായ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ 9 പദ്യവും തീരുമെന്ന് എനിക്ക് അറിയില്ല. ഒന്നുകിൽ 9 പദ്യവും തീരുന്നവരെ പറയാ, അല്ലെങ്കിൽ സമയം എത്രയാണോ അപ്പോഴത്തേക്ക് എത്രയാണോ തീരുക അപ്പൊ നിർത്താം. ഇതില് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതില് 2ാമത്തെ പദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുമ്പോ അതിന് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിന് വേറൊരു പശ്ചാത്തലം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയുടെ ഒരു പ്രക്രിയ പറഞ്ഞു, ഒരു പ്രോസസ്സ് പറഞ്ഞു. ആ പ്രോസസ്സിന് വേറൊരു പശ്ചാത്തലം ഉണ്ട്. എന്താണ് ആ പശ്ചാത്തലം എന്നുള്ളതാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത്. ഒരു സൃഷ്ടി, അല്ലെ, നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങളും അറിയാലോ, പഞ്ച ഇന്ദ്രിയങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകമുണ്ട്. അപ്പൊ ആ ലോകത്തിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ ആ ലോകത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം, അല്ലെ? ഇപ്പൊ അറിവിന്റെ കാര്യം പറഞ്ഞു, അറിവ് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ പക്ഷെ നമ്മുടെ പ്രപഞ്ച ഘടനാപരമായ
ഇന്ന ഘടകങ്ങളാലൊക്കെ പണിതീർത്തിട്ടുള്ള ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആവർത്തിക്കുന്നത് ഇല്ലാതമായയിടും ഉല്ലാസം. കഴിഞ്ഞ പദ്യത്തില് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും അർത്ഥങ്ങളും അർത്ഥഭംഗി, അർത്ഥഗാംഭീര്യവും ഇത്രയും ശബ്ദഭംഗി രണ്ടും കൂടെ എങ്ങനെയാണ് അല്ലെ ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുക എന്നുള്ളതാണ്. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനി എന്നുള്ളതാണ് പദ്യം. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല. ഈ കാണുന്ന ഭേദചിന്ത, ഈ കാണുന്ന സങ്കീർണതകൾ, ഈ കാണുന്ന ഉച്ചനീചത്വങ്ങൾ, അസമത്വങ്ങൾ, കാലുഷ്യങ്ങൾ, അതൊക്കെ എന്താണ്? ശരിക്ക് പരമാർത്ഥത്തിൽ ഇല്ലാത്ത മായയുടെ കളി മാത്രമാണ്. ഇല്ലാതെ മായ, പാരമാർത്ഥികമായിട്ടില്ല, പക്ഷെ വ്യവഹാരത്തിൽ ഉണ്ടെന്ന് തോന്നും. ഇല്ലാതെ മായയിടും ഉല്ലാസം, മായയുടെ ഒരു കളിയാണ് ഇതൊക്കെ. ഒന്നും അപ്പൊ ഇതൊക്കെ ഈ മായയുടെ കളിയൊക്കെ അറിവല്ലാതെ ഇല്ല. അത് നേരത്തെ പറഞ്ഞ മാമതി എന്ന് പറഞ്ഞില്ലേ, ഒന്നായ മാമതി. അറിവല്ല, ആ മാമതി തന്നെയാണ്. ആ മാമതി അല്ല, ആ മഹാമതി തന്നെയാണ് പരമാർത്ഥമായിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, അപ്പൊ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയാണ്. പിന്നെ അറിവല്ലാതെയില്ല അനിലനും കല്ലാഴിയും കനലുമല്ലാതെ. നമുക്ക് പഞ്ചഭൂതങ്ങളുണ്ട്, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, അല്ലെ? അങ്ങനെ നമ്മൾ പറയും. ഇവിടെ വേറൊരു രീതിയിൽ പറയാണ്, അനിലൻ എന്താണ്? വായു. കല്ലാഴിയും കനലും, കല്ല് ഭൂമി, ആഴി കടൽ, അതായത് ജലം, കനല് അഗ്നി. അപ്പൊ അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. ഈ പഞ്ചഭൂതങ്ങളൊക്കെ അറിവിന്റെ ഈ പഞ്ചഭൂതങ്ങൾക്കും ആധാരമായി നിൽക്കുന്നത്, അല്ലെ? പഞ്ചഭൂതങ്ങൾ പ്രവർത്തിക്കണ്ടേ? പഞ്ചഭൂതങ്ങൾക്ക് ഈ അറിവ് എന്നുള്ള, ബോധം എന്നുള്ള, കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു തത്വം ഇല്ലെങ്കിൽ ജീവൻ, ഇല്ല, ജീവതത്വത്തിനൊക്കെ ആധാരം അതാണല്ലോ. പഞ്ചഭൂതങ്ങൾ പിന്നെ പ്രവർത്തിക്കില്ലല്ലോ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്നത് ആ ആദിയായിരിക്കുന്ന അറിവാണ്, മഹാമതിയാണ്. എന്നിട്ട് ആ മഹാമതിയെ കുറിച്ച് പറയാണ്, തല്ലാഘവം പറകിൽ. അതിന്റെ ലാഘവം, അതിന്റെ സ്വാഭാവികത, അത് എല്ലാവരുടെ ഉള്ളിലും സ്വാഭാവികമായിട്ടുള്ള ഒരു ഊർജമാണ് ആ മഹാമതി എന്ന് പറയുന്നത്. അല്ലാണ്ട് ചിലർക്ക് പ്രാപ്യമാണ്, ചിലർക്ക് അപ്രാപ്യമാണ്, അങ്ങനെയൊന്നുമില്ല. തല്ലാഘവം പറകിൽ, അതെല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ്. അനായാസമായി അതിനോടുള്ള ഒരു ശ്രദ്ധ മാത്രം മതി, അതിനോടുള്ള ഒരു അന്വേഷണ ബുദ്ധി മാത്രം മതി. അങ്ങനെയുള്ള അതാണ് തല്ലാഘവം. അത് സ്വാഭാവികമാണത്. തല്ലാഘവം പറകിൽ പറയുകയാണെങ്കിൽ ഇല്ലാരണം ക്രിയകൾ. അത് ആരണം ക്രിയ എന്ന് പറഞ്ഞാല് ഒരുപാട് വളരെ സങ്കീർണമായിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിനെയൊക്കെയാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ അറിവുമായി തട്ടിച്ചു നോക്കുമ്പോ ഈ കർമാനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ ഒരു പരിധി വരെയുള്ള പ്രാധാന്യം മാത്രമേ ഉള്ളൂ. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. അതിന്റെ ലാഘവം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മല്ലാടുകില്ല മതി. ബുദ്ധിക്ക് ഒരു യുദ്ധവും ചെയ്യേണ്ട, മല്ലാടുകില്ല എന്ന് പറഞ്ഞാല് ഒരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മല്ലാടുകില്ല മതി. സല്ലാഭം ഒന്നു മതി, അല്ലെ? ആ അറിവിന്റെ ലാഭം മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ലാഭം, സല്ലാഭം ഒന്നു മതി. എല്ലാവരും തിരയും, എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലാഭത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്തത് സംബോധനയാണ്. ഉല്ലാഘ ബോധജനനി.
ദേവിയെ സ്തുതിക്കുകയാണ്. ഉല്ലാഘബോധജനനി, ഉല്ലാഘമായിരിക്കുന്ന ബോധത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ജനനി, അല്ലയോ അമ്മേ. അപ്പൊ അവിടെ ഉല്ലാഘം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. വളരെ പ്രസാദാത്മകമായ എന്നുള്ള അർത്ഥമുണ്ട്, വളരെ സമർത്ഥമായ, കുശലമായ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ വേറൊരു അർത്ഥം കൂടിയുണ്ട്, രോഗങ്ങളകന്ന, രോഗമില്ലാത്ത എന്നുള്ള അർത്ഥവും കൂടി ഉണ്ട്. അപ്പൊ അത്തരം എല്ലാ തരത്തിലും വളരെ പ്രസന്നമായിരിക്കുന്ന ഒരു ആ ബോധസ്വരൂപമായിരിക്കുന്ന ജനനി. ആ ജനനിയുടെ പല രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഉല്ലാഘബോധമാണ് ജനനിയുടെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആദ്യത്തെ പദ്യത്തില് പറഞ്ഞ കാര്യത്തിനെ വേറെ രീതിയിലും കൂടെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനെ, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്. അപ്പൊ ലാ എന്നുള്ള അക്ഷരാണ് ഇവിടെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അപ്പൊ അവിടെ നോക്കൂ, ഇല്ലാതമായ ഉല്ലാസമൊന്നും അല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും എന്ന് പറഞ്ഞു. എല്ലാം ഒരാദി അറിവാം തല്ലാഘവം പറകിൽ തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാഭമൊന്നു മതി, എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി എന്ന് പറയുമ്പോ ആ ഒരു അവിടെ ഒരു ശബ്ദത്തിന്റെ ഭംഗി, ഒരുപാട് അർത്ഥങ്ങൾ അതിലിങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഈ ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഒരു ചിന്തയുടെ ഒരു ഗാംഭീര്യവും കൂടി ഒരുമിപ്പിക്കുകയാണ് ആ പദ്യത്തില് ഗുരു ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ രണ്ട് പദ്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു 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 സന്ദർഭമാണ്, ഒരു കോണ്ടെക്സ്റ്റ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ ദേവിയെ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ ആ ദേവിയുടെ സ്വരൂപം എന്താണ് ആ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ നേടേണ്ടത്, ഉദ്ദേശിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് പദ്യത്തിൽ പറഞ്ഞത്. എന്നിട്ട് മൂന്നാമത്തെ പദ്യത്തില് പറയാണ്, നമ്മുടെ ഒരു കണ്ടീഷൻ, എല്ലാവരും കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ. നമുക്ക് ഒരു പക്ഷെ നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്യും അല്ലെ. രാവിലെ എണീറ്റാല് ഉറങ്ങണത് വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടാവും അല്ലെ, പുറമേക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആന്തരമായി നമ്മൾ എന്തിലൊക്കെ കൂടിയാണ് കടന്നു പോകുന്നതെന്നൊന്നും ചിലപ്പോ അത് പുറത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു ആന്തരമായ ഒരു സംഘർഷത്തിന്റെ ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ പദ്യത്തില് പറയുന്നത്. ആ ഒരു സംഘർഷത്തിനെ എങ്ങനെയാണ് അതിനെ ഒരു ട്രാൻസ്ഫർമേഷന് വിധേയമാക്കിയിട്ട് അതിനെ ഒരു ഉപശാന്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഉണ്ടായി എന്നുള്ള അക്ഷരാണ് ആവർത്തിക്കുന്നത്. ഉണ്ടായി മാറും ഉണ്ടായി മാറും, ഉണ്ടാവും, എന്നിട്ട് അതങ്ങട് മാറ്റത്തിന് വിധേയമാകും. ഉണ്ടായി മാറും മഹസ്സിൽ മറയും, കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും, തണ്ടാരിൽ വീണു മധുണ്ടാരമിക്കും ഒരു വണ്ടാണ് സുകൃതി എന്ന് പറയാണ്. അതായത് നമ്മൾ ആദ്യം അറിവിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആദ്യം ഒരു അറിവുണ്ടാവും, ആദ്യം ഒരു പ്രാഥമികമായ അറിവ്. ആ അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ അറിവ് ഒരു മാറ്റത്തിന് വിധേയമാവും. അങ്ങനത്തെ അറിവാണ് പ്രാഥമികമായിട്ട് ഉണ്ടാവുക. പലപ്പോഴും ഉണ്ടായി മാറും, അറിവുണ്ടായി മുന്നം. ആദ്യം ഉണ്ടാവുന്നത് ഇങ്ങനെ മാറുന്ന അറിവാണ്. അത് അങ്ങനെ ഒരു അറിവ് ഉണ്ടാവുമ്പോ കണ്ടാടും അംഗം അകവും, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ആ അറിവില് ഇങ്ങനെ എന്താ പറയാ, അറിവിൽ ഇങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും.
അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ട്. ഇരുണ്ട്. അപ്പൊ ഈ പലപ്പോഴും ഈ അറിവിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും പാരമാർത്ഥികമായ ആത്യന്തികമായ അറിവിലേക്ക് നമ്മൾ ആദ്യഘട്ടത്തിൽ എത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇരുണ്ട് എന്ന് പറയുന്നത്. 1000 തരം ഇരുണ്ട്, പലതരത്തിൽ ഇരുണ്ട് പോവും. അപ്പോ ആശയം പ്രതി ചുരുണ്ട്. അപ്പോഴത്തേക്കും അതെന്താണ്, തത്വത്തിൽ നിന്നൊക്കെ അകന്നു പോവും. 1000 തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട്. എന്നിട്ടോ ആ മഹസ്സിൽ മറയും. അപ്പോ ആദ്യത്തെ ആ മഹസ് പ്രകാശത്തിലൊക്കെ ആ പ്രകാശമൊക്കെ മറഞ്ഞു പോകും. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. അങ്ങനെയുള്ള അറിവിൽ നിന്ന് നമുക്ക് പാരമാർത്ഥികമായ ആത്യന്തികമായ ആ മഹാമതിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഒരു പക്ഷെ ആ ഘട്ടം കടന്നു പോകാതെ പറ്റൊന്നുമില്ലായിരിക്കും. പക്ഷെ നമ്മൾ അത്തരം അറിവിലെത്തുമ്പോൾ ഇതാണ് ആത്യന്തികമായ അറിവ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇങ്ങനെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള, പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അതാണ് ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നം. മാറുന്ന അറിവ് ആദ്യം ഉണ്ടായി, മുന്നം ആദ്യം. ഇത് കണ്ടാടും അംഗമകവും. അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശരീരവും മനസ്സൊക്കെ അതിലിങ്ങനെ പെട്ടു. അപ്പോ കൊണ്ടായിരം തരം ഇരുണ്ട്. അപ്പൊ അങ്ങനെ ഇരുണ്ടു, പ്രകാശമൊക്കെ അകന്നു പോയി. ആശയം പ്രതി ചുരുണ്ട്. അപ്പോ ആ മഹത്തായ ആശയം നമ്മളിൽ നിന്ന് അകന്നു. മഹസ് മറഞ്ഞുപോയി, പ്രകാശം മറഞ്ഞുപോയി. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. ഇങ്ങനെയുള്ള അറിവിൽ നിന്ന് ഈ പ്രാഥമികമായ അറിവിൽ നിന്ന് അറിവല്ല ആ മഹാമതി. അപ്പൊ നമുക്ക് എന്ത് വേണം? അങ്ങനെ മനസ്സിലാവുന്നത് കൊണ്ട് ഒരാള് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഗുരു പ്രാർത്ഥിക്കുകയാണ്, അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂരി സുകൃതി. സുകൃതിയായിരിക്കുന്ന, പുണ്യം നല്ല കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന സൂരി, അറിവുള്ളവനായിരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യാ? ഇത്തരം പ്രാഥമികമായ അറിവില് നമ്മൾ പെട്ടുപോയില്ല. അതിൽ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? പ്രയത്നിച്ചുകൊണ്ടേയിരുന്നിട്ട് അഖണ്ഡാനുഭൂതിയിൽ എഴുതുക. അഖണ്ഡം എന്ന് പറഞ്ഞാൽ, ഖണ്ഡം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഷ്ണം കഷ്ണം സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് അല്ലാത്തത്, ഒരേപോലെ ഒഴുകുന്നത്. അപ്പൊ അഖണ്ഡമായിരിക്കുന്ന അനുഭൂതി, ഏകദാനമായി ഒഴുകുന്ന ഒരു അനുഭൂതി. ആ അനുഭൂതിയെ തരുന്ന തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടിനെ പോലെ. അതായത് തണ്ടാര് എന്ന് പറഞ്ഞാല് താമരപ്പൂവ്, ഒരു ഹൃദയമാകുന്ന ഹൃദയപത്മം. ആ താമരപ്പൂവിലെ തേൻ കുടിച്ച് സന്തോഷിക്കുന്ന ഒരു വണ്ടിനെ പോലെയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അറിവുള്ളവനായിരിക്കുന്ന, അറിവുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. അത് അഖണ്ഡാനുഭൂതി, ആ ഒരു ഏകദാനമായിരിക്കുന്ന മാറ്റം വരാത്ത അറിവ് സാക്ഷാത്കരിച്ച ഒരു വ്യക്തി. അപ്പൊ ഇവിടെയും ഒരു അറിവ് നേടുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെയും പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഏത് കാര്യത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു പുസ്തകം പഠിക്കുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഒരു പ്രയത്നിച്ചിട്ട് ഒരു കാര്യം നേടിയെടുക്കുന്നതിനെ കുറിച്ചായാലും, അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സിന്റെ ഒരു തത്വം ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഗതിയാണ് ഇതില് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു വിദ്വാൻ, ഒരു സൂരി, അല്ലെങ്കിൽ ഒരു അറിവുള്ള ആൾ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരും ആകേണ്ടത് എന്നുള്ള ഒരു ആശയമാണ്. അല്ലാതെ പ്രാഥമികമായ അറിവിൽ തന്നെ വെട്ടുകിടക്കേണ്ട ആളല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സൽക്കർമ്മങ്ങൾ ചെയ്തവരെ പോലെ അഖണ്ഡ വരാണ് ഓരോ വ്യക്തിയും എന്നുള്ള ആശയാണ് നാരായണ ഗുരു ഇതില് പറയണത്. പിന്നെ അടുത്ത 4-ാമത്തെ പദ്യം. അപ്പോ
നമുക്ക് പല കാര്യങ്ങള് ഇവിടെ പറഞ്ഞു 3 പദ്യത്തില്. എന്ന് പറഞ്ഞാല് അറിവ് അല്ലെങ്കിൽ പ്രപഞ്ചം, ആ ഒരു പ്രോസസ്സ് ഒക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് വേണമല്ലോ. നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ഒരു ആദ്യത്തെ പദ്യത്തിൽ തന്നെ പറയണില്ലേ, ഒരു വിഷ് ഉണ്ടല്ലോ, ഒരു ലോങ്ങിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇംഗ്ലീഷില്. നമുക്കത് വേണം എന്നുള്ളൊരു തോന്നല് അല്ലെ, ഒരു ഇച്ഛ വേണം അല്ലെ, നമുക്ക് അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നണം. അപ്പൊ അത് നാരായണ ഗുരുവിന്റെ പല കൃതിയിലും അങ്ങനെ കാണാം. അതിലുണ്ട്. നേരിട്ട് ഇച്ഛ എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അങ്ങനെ ഉണ്ട്. നമ്മുടെ ഒരു എഫേർട്ട് അവിടെ വേണം അല്ലേ. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും. അപ്പൊ ഒന്നൊന്നായി എണ്ണണമല്ലോ, ഒന്നൊന്നായിട്ട് എണ്ണണം. എണ്ണിയാലാണല്ലോ എണ്ണും പൊരുളൊടുങ്ങിയാൽ അല്ലെ, നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് ദൈവദശകത്തില് പറയില്ലേ. അപ്പൊ നമ്മള് എണ്ണണം, ഒന്നൊന്നായിട്ട് എണ്ണണം, അല്ലാണ്ട് പെട്ടെന്ന് എല്ലാം കൂടി ഒന്നും എണ്ണിയാ പോരാ. ഒന്നൊന്നായിട്ട് എണ്ണണം. ഒന്നൊന്നായിട്ട് എണ്ണിയാലാണ് എണ്ണമറ്റ, അല്ലെങ്കിൽ ആ എണ്ണല് ഒടുങ്ങുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ എത്തുള്ളൂ പറയണ്ട. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇപ്പൊ ഓരോ പദ്യത്തിൽ ആ പ്രോസസ്സ് അല്ലെ കൃത്യമായി നാരായണ ഗുരു പറയുന്നുണ്ടല്ലോ. അപ്പൊ പ്രോസസ്സിന്, ആ ഒരു പ്രക്രിയക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ നോക്കൂ, ഈ നാലാമത്തെ പദ്യത്തില് ആവർത്തിക്കുന്ന അക്ഷരം രാ എന്നുള്ളതാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കുടവും പാരായിടുന്ന അതിനു നേരായിടുന്നുലകം, ഓരായികിലുണ്ടഖിലവും, വേരായ നിൻകഴലിൽ ആരാധനം തരണം, ആരാൽ ഇതിനൊരു വരം നേരായി വന്നിടുക, വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനി എന്നാണ് പദ്യം. അപ്പൊ ഇവിടെ സംബോധനയുണ്ട്, പലതിലും സംബോധനയുണ്ട്. അല്ലയോ രാജയോഗ ജനനി, രാജയോഗ സ്വരൂപിണിയായിരിക്കുന്ന ജനനി, അമ്മേ. ഇവിടെ രാജയോഗം എന്ന് പറയുന്നത് ആന്തരമായിരിക്കുന്ന ഒരു സാധനയാണ്. ആന്തരമായിരിക്കുന്ന നിയന്ത്രണം, ആന്തരമായിരിക്കുന്ന സാധനയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് രാജയോഗം എന്ന് പറയുന്ന. രാജയോഗ ജനനി, രാജയോഗ സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഗുരു നടത്തുന്ന ആരായുകിൽ തിരകൾ നീരായിടുന്നു. ആരായണം, നമ്മൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. ആരായുന്നവർക്കേ അങ്ങനെ തോന്നുള്ളൂ. ആരായുകിൽ കണ്ടീഷണലാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു. സമുദ്രത്തിന്റെ തിര വെള്ളം തന്നെയാണ് അല്ലെ. വെള്ളത്തിന്റെ, സമുദ്രജലത്തിന്റെ ഒരു രൂപഭേദം മാത്രമാണ് തിര എന്ന് പറയുന്നത്. അപ്പൊ ആരായുകിൽ തിരകൾ നീരായിടുന്നു അല്ലെ. നീരില്ലെങ്കിൽ തിര ഉണ്ടാവില്ലല്ലോ. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു. ഭണി എന്ന് പറഞ്ഞാല് സർപ്പം കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കും, പക്ഷെ ആലോചിക്കുമ്പോ അത് നാരാണ്, ചരടാണ്. നാരായിടുന്നു. കുടവും പാരായിടുന്നു. പാരെന്ന് പറഞ്ഞാല് ഭൂമി എന്നാണല്ലോ അർത്ഥം അല്ലെ. അപ്പൊ മണ്ണ് എന്നാണ് അർത്ഥം. ഇവിടെ മണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മണ്ണ് കൊണ്ട് കുട ഉണ്ടാക്കുന്നു. പക്ഷെ കുടം വാസ്തവത്തിൽ മണ്ണില്ലെങ്കിൽ കുട ഉണ്ടാവില്ല. അതുകൊണ്ട് കുടം ആത്യന്തികമായി മണ്ണാണ്. കുടത്തിൻ്റെതായിട്ടുള്ള ആകൃതിയും അതിന്റെ പ്രയോജനവും അതിന്റെ രൂപവും അതിന്റെ പേരും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആത്യന്തികമായ മണ്ണാണ് അല്ലെ. അപ്പൊ കാരണം മണ്ണിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത്, അത് മണ്ണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് കുടവും പാരായിടുന്നു, അതുകൊണ്ട് അതിന് നേരായിടുന്നു ഉലകം. അപ്പൊ നോക്കൂ, 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ആരായുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. 3 കാര്യം പറഞ്ഞിട്ട് പറയാണ്, അതിനു നേരായിടുന്നു ഉലകം. ഇതുപോലെയാണ് ലോകത്തിന്റെ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഈ ലോകം ആത്യന്തികമായി ബോധമാണ്, അറിവ് എന്നുള്ള അല്ലെ, ആ ഒരു കോൺഷ്യസ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ അചേതനമായിരിക്കില്ലേ. ചൈതന്യം എന്നുള്ള ഒരു കാര്യം ഇല്ലെങ്കിൽ, എല്ലാം ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു ഊർജം എന്ന് പറയുന്ന ഒരു തത്വം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുക അല്ലെ, ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, ജീവൻ അല്ലെ, ജീവതത്വം എങ്ങനെ പ്രവർത്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആത്യന്തികമായിരിക്കുന്ന ഒരു ബോധം വേണം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് എന്താണ് പറയാ, ഭേദബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന അറിവുകൾ നമുക്ക് ഉണ്ടായാലും അതിനെയൊക്കെ ഒരുമിപ്പിക്കുന്ന, ഇതെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മഹാമതിയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അന്വേഷിക്കുകയാണെങ്കിൽ ഇതെല്ലാം ആ മഹാമതിയുടെ എല്ലാ ഭിന്നമായി വ്യത്യാസത്തോടു കൂടി കാണുന്ന എല്ലാ തത്വങ്ങളും മഹാമതിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആരായുന്നവർക്ക് മനസ്സിലാവും. ഓരായികിൽ ഉണ്ട് അഖിലവും. പക്ഷെ അങ്ങനെ അന്വേഷിക്കാത്തവർക്ക് ഇതെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ശരി. എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണോ നമുക്ക് എന്താ പറയാ പ്രാഥമികമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് തന്നെ ശരി. പക്ഷെ അതിന്റെ അപ്പുറത്ത് മറ്റു ചില ശരികൾ ഉണ്ടാവാം എന്ന് ആലോചിക്കില്ല. അങ്ങനെ ആലോചിക്കാത്തവർക്ക് ഇതെല്ലാം ഈ രീതിയിൽ തന്നെ ശരിയാണ്. അപ്പൊ എന്നിട്ട് പറയാണ്, വേരായ നിൻ കഴലിൽ ആരാധനം തരണം. വേരാണ് നിൻ കഴല്, നിന്റെ പാദങ്ങൾ വേരാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും വേരാണ്. പ്രാപഞ്ചിക പ്രക്രിയകളുടെ തന്നെ വേരാണ്. അതിന്റെ ഉത്പത്തി അതിന്റെ ആധാരമാണ്. അതില് ആരാധനം തരണം. അതിനെ ആരാധിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ആരാൽ ഇതിനൊരു വരം, അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു വരം നേരായി വന്നിടുക. എനിക്കത് സാക്ഷാത് എനിക്ക് നേരിട്ട് തന്നെ അത് സത്യമായിട്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വരം വേണം. വേറെ ആരുമില്ല ഗതി, മറ്റ് ഗതിയൊന്നും ആശ്രയമൊന്നും ഇല്ല ഹേ രാജയോഗ ജനനി എന്നാണ് പറയുന്നത്. അപ്പൊ ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കുടവും പാരായിടുന്നു, അതിനു നേരായിടുന്നുലകം. ഓരായികിൽ ഉണ്ട് അഖിലവും, വേരായ നിൻ കഴലിൽ ആരാധനം തരണം. ആരാൽ ഇതിനൊരു വരം നേരായി വന്നിടുക, വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി എന്നാണ് ഈ പദ്യത്തിൽ പറയണത്. അപ്പൊ ഇവിടെ ഹണി നാരായിടുന്നു എന്നൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ പല ഉദാഹരണങ്ങൾ പറയും. നമ്മളെ പാമ്പിനെ കണ്ട് പേടിക്കുക, അല്ലെങ്കിൽ ഒരു കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെ മനസ്സിലാവും അങ്ങനെയല്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഉദാഹരണം എന്ന് പറയുമ്പോൾ കൃത്യമായ അത് തന്നെയല്ല. ഈ ഉദാഹരണത്തിന്റെ പിന്നിലുള്ള എന്ത് കാര്യത്തിനെയാണോ ഉദാഹരണം കൊണ്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അതിനാണ് ഉദാഹരണത്തിൽ പ്രാധാന്യം, അല്ലാണ്ട് ആ ഒരു കാര്യത്തിനല്ല പ്രാധാന്യം. അതായത് നമുക്ക് പലതും കാണുമ്പോൾ നമുക്ക് പേടി വരും, പലതും കാണുമ്പോൾ ഒരു ഭ്രമം വരും, പലതും കാണുമ്പോൾ ഒരു സന്തോഷം വരും, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടാവും. കൺഫ്യൂഷൻ വരും, പലതും ഉണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാല് ആ ഭ്രമത്തിന്റെയോ സന്തോഷത്തിന്റെയോ സങ്കടത്തിന്റെയോ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. വെച്ചാൽ അമിതമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ ലോകം വ്യവഹരിക്കാനായിട്ടുള്ള, ലോകം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ വികാരങ്ങളും നമുക്ക് വേണം. പക്ഷെ അത് ഒരു പരിധിക്ക് അപ്പുറത്ത് വരുമ്പോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിച്ചു, പേടിച്ചു, പിന്നെ മനസ്സിലായി അതല്ല. അപ്പൊ അതുപോലെയാണ് ലോകം എന്ന് പറയുമ്പോ ഈ ലോകത്തിൽ നമുക്ക് പല കാലുഷ്യങ്ങളും പല സങ്കീർണതകളും അല്ലെ, ചെറിയ അല്ലെങ്കിൽ വലിയ ഒരുപാട് ആശയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ സംഘർഷത്തിന് വലിയ കാര്യമൊന്നുമില്ല. അത് അങ്ങനെയല്ല. അതിൽ കുടുങ്ങിപ്പോവരുത്. ഇതിനൊക്കെ അപ്പുറത്ത് ഉള്ള ഒരു സത്യം, അതില്ലെങ്കിൽ ഒരു ശാന്തി ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ.
അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള. അപ്പൊ ശാന്തമായി ലോകത്തിനെ അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്ത പദ്യം 9:30 അഞ്ചാമത്തെ പദ്യം. അടുത്ത പദ്യം പറയാം, ചൊല്ലാം. ഈ പദ്യത്തില് ആവർത്തിച്ചു വരുന്ന അക്ഷരം ല എന്നാണ്. നോക്കൂ, മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമീ കീലാല വായുവനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം കാലാദിയായ മൃദു നൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മേലാകെ മൂടും അതിനാൽ ആരുമുള്ളതറിവിയിലാകമാന്ത നിലയെ. ഇവിടെ ജനനിയെ ശാരദാ ദേവിയെ സംബോധന ചെയ്യുന്നത് ആഗമാന്ത നിലയെ എന്നാണ്. ആഗമം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, വേദം, ശ്രുതി എന്നൊക്കെ അർത്ഥം. അതിന്റെ അന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർണയം, അതിന്റെ എന്താ പറയാ അഗ്രിമ സ്ഥാനം, അതിന്റെ സാരം, അതിന്റെ പൊരുൾ ആണ് ഈ ശാരദാദേവി ആഗമാന്ത നിലയെ എന്ന് പറയുകയാണ്. അപ്പൊ ഒരു തത്വജ്ഞാനത്തിന്റെ ഒരു സാരമാണ് ശാരദാദേവി. അങ്ങനെയാണ് ഇതിൽ ആഗമാന്ത നിലയെ എന്നുള്ളത് ആ സംബോധനയുടെ അർത്ഥം അതാണ്. അപ്പൊ നോക്കൂ, മേലായ മൂലമതിയാൽ. അപ്പൊ എല്ലാവർക്കും എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് മനസ്സിലാവാത്തത് എന്നുള്ളതാണ്. മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമീ എന്നാണ്. അതായത് മേലായ മൂലമതിയാൽ ആവൃതം ജനനി, അല്ലയോ ജനനി, അല്ലയോ അമ്മേ, എന്താണ് മേലായ മൂലമതി. അപ്പൊ അവിടെ മൂലമതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ മായ ഉണ്ട്, ആ വിദ്യയുണ്ട്, നമ്മുടെ കാഴ്ചയെ മൂടുന്ന, അല്ലെങ്കിൽ കാഴ്ചയുടെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് പരമമായ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവാത്തത്? അപ്പൊ അതിങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ഉപനിഷത്തില് പറയില്ലേ, എന്താണ് മൂടിയിരിക്കണമെന്ന് പറയും. എന്താണ് മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യം അതിമുഖം എന്ന് നാരായണഗുരുവിന്റെ തർജ്ജമയാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പൊ അതുപോലെ ആവൃതമായിരിക്കുകയാണ്, മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മളാ മൂടിയെ ഇങ്ങനെ മാറ്റണം. അപ്പോ അങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്. അല്ലയോ അമ്മേ, നീ ലാസ്യമാടി വിടുമി. അങ്ങനെ മൂടപ്പെട്ടിരുന്നു കൊണ്ട് ഈ ജനനി എന്താണ് ചെയ്യുന്നത്? ജനനി ആ ദേവിയിൽ നിന്ന് ഇങ്ങനെ ഉദ്ഭവിക്കുകയാണ്. എന്താണ് ഉദ്ഭവിക്കുന്നത്? കീലാല. അപ്പൊ ഉദ്ഭവിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? കീലാല വായുവനല കോലാഹലം ഭുവനം. ഭൂമി, ലോകം. കീലാല വായുവനല കോലാഹലം. കീലാലം എന്ന് പറഞ്ഞാല് വെള്ളം, വായു, അനലൻ അഗ്നി. അതായത് ജലം, വായു, അഗ്നി. ആയുർവേദത്തിലുണ്ട് ജലാഗ്നി വായു പ്രക്രിയയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ജലമുണ്ട്, വായു ഉണ്ട്, അഗ്നിയുണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് ജീവൻ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ മറ്റു രണ്ടെണ്ണം ഉണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്. ആകാശം എന്ന് പറയുന്നതാണ് ഓരോ വസ്തുക്കൾക്കും ഷേപ്പ്, കൃത്യമായ ഇന്ന സ്പേസ്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്, ഇന്ന സ്പേസിൽ അത് ഇരിക്കുന്നു. ഭൂമി എന്ന് പറയുന്നത് ആധാരമാണ്. അപ്പൊ ആ ഭൂമി ആധാരമാണ്, ആകാശം ഷേപ്പ് നൽകുന്നു. ബാക്കി പ്രവർത്തനം ഉണ്ടാകുന്നത് ജലം, അഗ്നി, വായു എന്നീ 3 ഭൂതങ്ങളുടെയാണ്. അപ്പൊ ഈ അപ്പൊ കീലാലം, വായു, അനലം, ജല, അഗ്നി, വായുക്കളുടെ കോലാഹലമാണ്. അവ തമ്മിലുള്ള എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമാണ് ഈ ഭുവനം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ, ശരീരം മുഴുവൻ. അത് ആലാപമാത്രമഖിലം. അപ്പൊ അത് വാസ്തവത്തിൽ നേരത്തെ എന്താണ് കുടത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. കുടം പാരായിടുന്നു എന്ന് പറഞ്ഞു. നമ്മള് ഈ മണ്ണ്, ആത്യന്തികമായി മണ്ണായിരിക്കുന്ന കുടത്തിനെ
നമ്മൾ കുടം എന്ന് വിളിക്കണു അല്ലെ. അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട് അല്ലെ, പ്രത്യേക പ്രയോജനം. അപ്പൊ അതുകൊണ്ട് ആലാപമാണ്, അത് നമ്മൾ വ്യവഹാരമാണ്, വ്യവഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഭേദ ചിന്തകളും അല്ലെങ്കിൽ ഭേദങ്ങളും ഒക്കെ ഉള്ളത്, ഒരു പരിധി വരെയുള്ള ആചാരങ്ങളും ഒക്കെ ഉള്ളത് വ്യവഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വ്യവഹാരത്തിന് അപ്പുറത്ത് ഇതൊക്കെ അപ്രസക്തമാകും. അപ്പൊ അതുകൊണ്ട് ആലാപം മാത്രമാക്കില്ല, ഇതെല്ലാം ഒരു 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 പ്രത്യേക ലെവൽ ആലാപം മാത്രമാണ്. നമ്മൾ അങ്ങനെ അതങ്ങനെയാണ് എന്ന് നമ്മൾ പറയാണ്. ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ, ഭൂമിയല്ലേ കറങ്ങുന്നത്. സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണല്ലോ. സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ പറയും, ആലാപം മാത്രം, അസ്തമിക്കുന്നില്ലല്ലോ നമുക്കറിയാലോ. എന്നാലും നമ്മൾ പറയും. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ദൈനംദിന പ്രക്രിയകള് സൂര്യാസ്തമയം സൂര്യോദയം എന്ന് നമ്മൾ പറയുന്ന അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വ്യവഹാരത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ പറയണം. അപ്പൊ ഈ ആലാപം മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ആലാപമാണ് എല്ലാം. എന്നിട്ട് പറയാണ് കാലാദിയായ അല്ലെ, കാലം മുതലായവ, കാലം, ദേശം, സ്പേസ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. കാലാദിയായ മൃദുനൂലാലമെയ്യും ഒരു അല്ലെ, നമുക്ക് കാലം കൊണ്ട് മായ്ക്കും എന്നൊക്കെ പറയില്ലേ, കാലം കൊണ്ട് മനസ്സിലായി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ കാലമുണ്ട്, ദേശമുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ കാലം മുതലായ, കാലം ദേശം മുതലായ നൂല് അല്ലെ, ആ നൂല് നമുക്കറിയാം. ഒരു വസ്ത്രം എന്ന് പറഞ്ഞാല് നൂല് കൊണ്ട് ഊടും തലങ്ങനെയും വിലങ്ങനെയും ഇങ്ങനെ നെയ്യണം, അപ്പോഴാണല്ലോ ഒരു വസ്ത്രം ഉണ്ടാവുക. അപ്പൊ അത് ഇവിടത്തെ നൂല് എന്താണ്? കാലം മുതലായതാണ് ഇവിടത്തെ നൂല് എന്ന് പറയുന്നത്. അത് മൃദു നൂലാലെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പല അല്ലെങ്കിൽ പല കൃതികളിലും പല തത്വചിന്താ കൃതികളിലും ഒക്കെ ഈ ലോകം എന്താണ്, എന്തൊരു കാലുഷ്യം നിറഞ്ഞതാണ്, അങ്ങനെ ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള തരത്തിലാണ് പല കൃതികളിലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്തൊരു സൗന്ദര്യമാണല്ലേ, ഇത്രയും ഇതൊക്കെ നിത്യാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഭേദ ചിന്തയാണ്, ഇതിനപ്പുറത്തുള്ള മഹാമതിയിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട് അല്ലെ എന്നൊക്കെ നമ്മൾ പറയും. ഭണി നാരായിടുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോഴും വളരെ ഭംഗിയായിട്ടാണ് ഗുരു നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് പറയണത്. അപ്പൊ അത് ഒരിക്കലും നമ്മളെ പേടിപ്പെടുത്തല്ല ഇവിടെ ഗുരു ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ്, അത് ഭംഗിയായിട്ട് പറയാം. കാലാദിയായ മൃദുനൂല്, കാലാദിയായ മൃദുനൂലാല് നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ശാരദാദേവി എന്നുള്ള തത്വത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? കാലം ദേശം മുതലായ നൂലുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ മെയ് ദേവിയുടെ സ്വരൂപം ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവാൻ നമുക്ക് ചിലപ്പോ ഭാഷ അറിയില്ല, നമുക്ക് കാലം കൊണ്ടുള്ള അകലുണ്ടാവും, നമുക്ക് ദേശം കൊണ്ടുള്ള അകലുണ്ടാവും, നമുക്ക് ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടുമുള്ള അകലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ അകലങ്ങളൊക്കെ നമ്മൾ ഇല്ലാതെയാക്കണം. അപ്പൊ ആ അകലം ഉണ്ട് എന്ന്, അതിങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മള് നാരായണ ഗുരു പറയുന്നത് വളരെ ഭംഗിയിലാണ് പറയണത്. കാലാദിയായ വളരെ മൃദുവാണ്, അത് പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ ആ നൂല്, ആ അകലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതിമൈ, അങ്ങയുടെ സ്വരൂപം, അമ്മയുടെ സ്വരൂപം അങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്, മേലാകെ മൂടും. അതിനാൽ ആരും ഉള്ളതറിവില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയുന്നില്ല, ദേവിയുടെ തത്വം എന്താണ് എന്ന്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തത്വം എന്താണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തത്വം എന്താണ് എന്ന് ഇത്തരം അകലങ്ങൾ ഉള്ളത് കൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല. ആഗമാന്ത നിലയെ, ആ ഒരു തത്വം ആണ് ദേവിയുടെ സ്വരൂപം. അപ്പൊ അതിൽ ഇങ്ങനെ അകലങ്ങൾ ഉള്ളത് കൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. നന്ദി.